നമ്മൾ ക്ലാസ് 10 കെമിസ്ട്രിയാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചോദ്യം ചെയ്യാം. A 1:2 2:2 2p6 3:2 B 1:2 2:2 2p5 അങ്ങനെ കുറച്ച് അൺറിയൽ സിമ്പിൾസ് തന്നിട്ടുണ്ട്. അവരുടെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഹാസ് ഹയസ്റ്റ് അയണൈസേഷൻ എനർജി? ആർക്കാണ് ഇതിൽ ഹയസ്റ്റ് അയണൈസേഷൻ എനർജി, ഉയർന്ന അയോണീകരണ ഊർജ്ജമുള്ളത് ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു ആർക്കാണ് ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എനർജി ഉള്ളത്, ഏത് ബ്ലോക്ക് എലമെൻസിനാണ്? പി ബ്ലോക്ക് എലമെൻസിനാണ് അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയോണീകരണ ഊർജ്ജം കൂടുതലുള്ളത്. അതിൽ 13 മുതൽ 18 വരെയുള്ളവരെയാണ് പി ബ്ലോക്ക് എലമെൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ 13-ലുള്ള ആൾക്കാളും കുറച്ചുകൂടെ എനർജി കൂടുതൽ 14-ാമത്തെ ഗ്രൂപ്പിനായിരിക്കും. അങ്ങനെ കൂടിക്കൂടിയായിരിക്കും 18-നായിരിക്കും ഏറ്റവും കൂടുതൽ അയോണീകരണ ഊർജ്ജം, അയണൈസേഷൻ എനർജി കൂടുതലുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ അയോണീകരണ ഊർജ്ജമുള്ള ആൾ ആരാന്ന് കണ്ടുപിടിക്കുക. ഇവിടെ പി ബ്ലോക്ക് എലമെൻറ്റ്സ് കുറേ ഉണ്ട്. അത് ഏതൊക്കെയാ? സി എന്താണ്? 1s2 2s2 2p6 3s2 3p2. സി ഒരു പി ബ്ലോക്ക് എലമെൻ്റ് ആണ്. അതുപോലെ തന്നെ ബി ഒരു പി ബ്ലോക്ക് എലമെൻ്റ് ആണ്. ഡി ഒരു പി ബ്ലോക്ക് എലമെൻ്റ് ആണ്. ഇ ഒരു പി ബ്ലോക്ക് എലമെൻ്റ് ആണ്. എഫ് ഒരു പി ബ്ലോക്ക് എലമെൻ്റ് ആണ്. അതെങ്ങനെ മനസ്സിലായി? കാരണം അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണ് ഇരിക്കുന്നത്? പി സബ്ഷെല്ലിലാണ് ഇരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ബി സി ഡി ഇ എഫ് എല്ലാം എന്താണ്? ബി സി ഡി ഇ എഫ് എല്ലാം പി ബ്ലോക്ക് എലമെൻറ്റ്സ് ഇവന്നാണ്. ഇവർ പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. ഇനി ഇവരുടെ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത് എന്നാണ് കണ്ടുപിടിക്കുന്നത്. അതിന് പി സബ്ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ കൂടെ 12 കൂട്ടിയാണ് നമ്മൾ പി ഗ്രൂപ്പ് എലമെൻറ്റ്സ്, പി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു എന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ ബിയിൽ പി സബ്ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ 12 കൂടെ കൂട്ടുമ്പോൾ 17 കിട്ടും. സിയിൽ 2 ഇലക്ട്രോൺസ് ആണ് പി സബ്ഷെല്ലിലുള്ളത്. അതിൻ്റെ കൂടെ 12 കൂട്ടുമ്പോൾ 14 കിട്ടും. ഡി അങ്ങനെ 16 കിട്ടും. ഇയിൽ 6 ഇലക്ട്രോൺസ് ആണ്, അങ്ങനെ 12 കൂട്ടുമ്പോൾ 18 കിട്ടും. എഫിൽ അവസാനത്തെ സബ്ഷെല്ലായ പി സബ്ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ആണ്, അങ്ങനെ അത് 15 കിട്ടി. ഇനി നോക്കേണ്ടതിൽ ഇവരിൽ ആർക്കാണ് ഹയസ്റ്റ് അയണൈസേഷൻ എനർജി, അയോണീകരണ ഊർജ്ജം കൂടുതലാണ്. അപ്പം പറഞ്ഞു 13 കഴിയുമ്പോൾ ഓരോ ഗ്രൂപ്പ് കഴിയും തോറും എന്ത് സംഭവിക്കുന്നു? അയോണീകരണ ഊർജ്ജം അല്ലെങ്കിൽ അയണൈസേഷൻ എനർജി കൂടിക്കൂടിയാണ് വരുന്നത്. സോ ആർക്കാണ് ഇവിടെ അയണീകരണ ഊർജ്ജം അല്ലെങ്കിൽ ഹയസ്റ്റ് അയണൈസേഷൻ എനർജി? 18-ാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ഇ എന്ന് പറയുന്ന ഈ മൂലകത്തിനാണ് എന്ത് ഹയസ്റ്റ് അയണൈസേഷൻ എനർജി കാണപ്പെടുന്നത്. ബി വിച്ച് എലമെൻറ്റ് ഹാസ് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2? ഓക്സിജൻ അവസ്ഥ +2 വരുന്ന എലമെൻറ്റ് ഏതാണ്? അപ്പം ഞാനിവിടെ കുറച്ചേറെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒന്നിൽ കൂടുതൽ എലമെൻറ്റ് ചിലപ്പോൾ +2 ഓക്സീകരണ അവസ്ഥ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. പരീക്ഷയ്ക്ക് നിങ്ങളോട് ഒരെണ്ണം കാണത്തുള്ളൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ. ഇവിടെ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ കാണും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ തന്നിരിക്കുന്നത്. അപ്പോൾ നോക്കുക, അതിന് വേണ്ടി നിങ്ങൾ ഇതുപോലെ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാത്തിൻ്റെ എഴുതണം. ഇതറിയാലോ, ഒരു സബ്ഷെല്ലിൽ ആദ്യത്തെ സബ്ഷെല്ലായ ഇതിൽ 2 ഇലക്ട്രോൺ, അപ്പോൾ 2, അടുത്തതാണ് 2-ാമത്തെ സബ്ഷെല്ല്, അതിനകത്ത് മൊത്തത്തിൽ 8 ഇലക്ട്രോൺ ഉണ്ട്, 8. പിന്നെ 3-ാമത്തെ സബ്ഷെല്ലിൽ മൊത്തത്തിൽ 2 ഇലക്ട്രോൺ. ഇവിടെ അതുപോലെ തന്നെ ആദ്യത്തെ സബ്ഷെല്ലിൽ 2 ഇലക്ട്രോണുള്ള 2, അടുത്ത സബ്ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണ്. ഈ മുകളിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം കൂട്ടിയാൽ നമുക്ക് ഇത് എഴുതാൻ സാധിക്കും. അങ്ങനെ ഓരോത്തിൻ്റെ എഴുതിയിട്ടുണ്ട്. ഇവിടെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നത് ആരാ കാണിക്കുന്നത്? ആ ഓക്സിജൻ അവസ്ഥ ആരെ കാണിക്കുന്നുണ്ട്? എയും കാണിക്കുന്നുണ്ട്, ജിയും കാണിക്കുന്നുണ്ട് അല്ലേ? എയ്ക്കും ജിക്കും +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എന്തിനാണ് അവർ ആ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എടുക്കുന്നത്? കാരണം അവർക്ക് സ്റ്റേബിൾ ആവാൻ, സ്ഥിരത കൈവരിക്കാനാണ്. അപ്പോൾ ആരൊക്കെയാണ്? എയും ജിയും. ഇത് നോക്കിയാൽ മതി, 282 2882. അപ്പോൾ സ്ഥിരത കൈവരിക്കുക അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കൈവരിക്കുക ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ഉള്ള ആരൊക്കെയാണ്? എയും ജിയുമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് എലമെൻറ്റ് ഹാസ് 5 ഇലക്ട്രോൺസ് ഇൻ ദി ഔട്ടർമോസ്റ്റ് ഷെല്ല്? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ, ബാഹ്യതമ ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് വരുന്നത് ഏത് എലമെൻറ്റിൻ്റെ കേസിലാണ്? ഏതിലാണ്? എഫ്. ഏതാണ്? എഫ്. അതിനാണ് നിങ്ങളോട് ഞാൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാത്തിൻ്റെയും ഇങ്ങനെയും കൂടെ 284 280 ഇതും കൂടെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കും. ചിലപ്പോൾ നിങ്ങൾ എന്താ ചെയ്യും? ഇതിൻ്റെ ഉത്തരം ബി എന്ന് എഴുതും.
ആണോ? അല്ല. ഇവിടെ എന്താണ്? ഔട്ടർമോസ്റ്റ് ഷെല്ല്, ബാഹ്യതമ ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. അപ്പം നിങ്ങൾ ബി എഴുതി വെച്ചാൽ ഉത്തരം തെറ്റും. അതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെയും കൂടെ എഴുതി വെക്കാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. വിച്ച് ഈസ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഏതൊക്കെയാണ്? അപ്പോൾ വാലൻസി 2 വരുന്ന ആൾക്കാർ, സംയോജിത 2 വരുന്ന ആൾക്കാരെയാണ് നമ്മൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് വിളിക്കുന്നത്, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിലെ ആർക്കൊക്കെയാണ് സംയോജികത 2 വരുന്നത്? എയ്ക്കും ജിക്കുമാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെയും കൂടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഏതൊക്കെയാണ്? എയും ജിയും. ഇവരെന്താ? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് അല്ലെങ്കിൽ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്താണ്? എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്, എസ് ബ്ലോക്ക് മൂലകങ്ങളാണ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഗ്രൂപ്പ് 2 ആണ്. അപ്പോൾ ഗ്രൂപ്പ് 2 വരുന്നതിൻ്റെ വാലൻസി എല്ലാം 2 വരുന്ന മൂലകങ്ങളെയാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്നത്. ഇനി ഗ്രൂപ്പ് 1 വരുന്ന എസ് ബ്ലോക്ക് എലമെൻ്റ് ആണെങ്കിൽ അവരുടെ വാലൻസി 1 ആയിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ചോളുക. എസ് സബ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ കാണപ്പെടുന്നത്, വാലൻസി 1 ആണെങ്കിൽ അവർ ഗ്രൂപ്പ് 1 ആയിരിക്കും, ആൽക്കലി മെറ്റൽസ് ആയിരിക്കും, ആൽക്കലി ലോഹങ്ങളായിരിക്കും. ഇനി വാലൻസി 2, എസ് സബ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണെങ്കിൽ അവർ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആയിരിക്കും, അവർ ഗ്രൂപ്പ് 2 ആയിരിക്കും. മനസ്സിലായോ? അടുത്ത ചോദ്യം, ഏത് എലമെൻറ്റിലാണ് 4 ഇലക്ട്രോൺസിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ല്? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉള്ളത് ആറര കേസിലാണ് സി. ഇപ്പോൾ എളുപ്പം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാത്തിനും കൂടെ സൈഡ് എഴുതി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. വിച്ച് എലമെൻറ്റ് ഹാസ് ലോവസ്റ്റ് അയണൈസേഷൻ എനർജി? ലോവസ്റ്റ് അയണൈസേഷൻ എനർജി ഉള്ള എലമെൻറ്റ് ഏതാണെന്ന് ചോദിച്ചത്. അപ്പോൾ അയോണീകരണ ഊർജ്ജം ഏറ്റവും കുറവ് കാണിക്കപ്പെടുന്നത് ആരാണ്? എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ് അയോണീകരണ ഊർജ്ജം ഏറ്റവും കുറവ് കാണിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് എസ് ബ്ലോക്ക് എലമെൻറ്റ് വരുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയായിരുന്നു? എയും ജിയും ആണ്. നമ്മൾ നേരത്തെ ആൽക്കലൈൻ എർത്ത് മെറ്റലൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാം. ഏതൊക്കെയായിരുന്നു? എയും ജിയും ആയിരുന്നു ഏതെന്ന് പറയുന്നത് ലോവസ്റ്റ് അയണൈസേഷൻ എനർജി കാണപ്പെടുന്ന എലമെൻറ്റ്സ് ഇതിനകത്തുള്ളത്. ചിലപ്പോൾ നിങ്ങളോട് ഒരെണ്ണം മാത്രമേ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കാണത്തുള്ളൂ. അപ്പോൾ നോക്കുക, എസ് ബ്ലോക്ക് എലമെൻറ്റ് അവസാനത്തെ ഇലക്ട്രോൺ എസ് സബ് ഷെല്ലിൽ ഇരിക്കുമ്പോൾ അവയാണ് നമ്മൾ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് ആരുടെ കേസിലാണ് വരുന്നത് നോക്കുക, അവരാണ് ലോവസ്റ്റ് അയണൈസേഷൻ എനർജി, അയോണീകരണ ഊർജ്ജം കുറവ് കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 2 പേരുണ്ട്. അപ്പോൾ എയും ജിയും ആണ് അയണൈസേഷൻ എനർജി, അയോണീകരണ ഊർജ്ജം കുറവ് കാണിക്കുന്ന 2 എലമെൻറ്റ്സ്. ഇതിനകത്ത് ആരൊക്കെയാണ്? എയും ജിയുമാണ്. അപ്പോൾ ഇവിടെ ഒരു സംശയം വരാം, ലോവസ്റ്റ് അയണൈസേഷൻ എനർജി കാണിക്കുന്ന 2 എലമെൻറ്റ്സ് ഉണ്ടല്ലോ എന്ന്, ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ പോരെയെന്ന്. പക്ഷേ എന്തുകൊണ്ടാണ് അവർ 2 എഴുതാൻ കാരണം എന്ന് വെച്ചാൽ ഇവർ 2 പേരും ഒരു ഗ്രൂപ്പിൽ വരുന്നവരാണ്, എസ് ബ്ലോക്ക് എലമെൻറ്റ്സിൽ ഒരു ഗ്രൂപ്പിൽ വരുന്നതാണ്. ഇനി ഗ്രൂപ്പ് 1 ഉൾപ്പെടുന്ന ഏതെങ്കിലും ഒരു മൂലകം ഉണ്ടായിരുന്നെങ്കിൽ, എലമെൻറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അവരെ മാത്രമേ ഇവിടെ എഴുതത്തുള്ളായിരുന്നു, ലോവസ്റ്റ് അയണൈസേഷൻ എനർജി ഉള്ള എലമെൻ്റ് ആയിട്ട് അവരെ മാത്രമേ എഴുതത്തുള്ളൂ. ഇവിടെ 2 പേരും എന്താണ്? ഗ്രൂപ്പ് 2 ഉൾപ്പെടുന്നവരാണ്, അത് എസ് ബ്ലോക്ക് എലമെൻറ്റ്സും ആണ്. അതുകൊണ്ടാണ് ഇവർ 2 പേരെ എഴുതാൻ കാരണം. അപ്പോൾ ഓർത്തോളുക, എസ് ബ്ലോക്ക് എലമെൻറ്റ്സിൽ ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2 ആണുള്ളത്. എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് അയോണീകരണ ഊർജ്ജം കുറവുള്ള ആൾക്കാരാണ്, ലോവസ്റ്റ് അയണൈസേഷൻ എനർജി കാണിക്കുന്നവരാണ് ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം ആയ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. അതിൽ ഏറ്റവും കുറവ് കാണിക്കുന്നത് ഗ്രൂപ്പ് 1 ആണ്. ഇപ്പോൾ ഗ്രൂപ്പ് 1ൽ നിന്ന് കൂടിയാണ് പി ബ്ലോക്ക് എലമെൻറ്റ്സ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ അയോണീകരണ ഊർജ്ജം ആര് കാണിക്കുന്നത്? പി ബ്ലോക്ക് എലമെൻറ്റ്സ്, പി ബ്ലോക്ക് മൂലകങ്ങൾ കാണിക്കാനുള്ള കാരണം. അപ്പോൾ നമുക്ക് എസ് ബ്ലോക്ക് എലമെൻറ്റ്സിൽ ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അയോണീകരണ ഊർജ്ജം 6 വേണം എഴുതാൻ. ഗ്രൂപ്പ് 1ലുള്ള എലമെൻ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കണം ആൻസർ ആയിട്ട് എഴുതാൻ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്